അല്ല. കേരള നദുവത്തുൽ മുജാഹിദിന്റെ നേതാവ് ഏറ്റവും വലിയ പണ്ഡിതനാണ് KM മൗലവി. KM മൗലവിനെ പഴയ മുജാഹിദുമോ ഇപ്പോഴത്തെ ഈ കുട്ടികൾ ഈ രണ്ട് അൽമാനാറും വായിച്ചായിട്ട് കൂക്കുംപുളി നായായിട്ടുണ്ടാക്കി അള്ളഹാനോട് ചോദിച്ചിട്ട് പെണ്ണുങ്ങളോട് ചോദിച്ചാൽ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അള്ളഹാനോട് ചോദിച്ചാൻ പറ്റും പറഞ്ഞ് നടക്കില്ലേ? എന്താ ചോദ്യം? കടുപ്പുള്ള ചോദ്യമല്ല, ഊക്കുള്ള ചോദ്യമാണ്. പഴയ തന്തമൗലവിമാരുണ്ടല്ലോ, മൗലവി MCC പോലത്തെ ഒരു കത്തിന് വിവരമുള്ള ആ KM മൗലവിയുടെ പത്രാധിപത്യത്തിൽ നടത്തിയ ഒരു പുസ്തകമാണ് ഇത്, അൽ ഇർഷാദ്. ഇത് ഒറിജിനലാ, ഈ ഫോട്ടോസ്റ്റാറ്റാന്നും പറയണ്ട. ഈ അൽ ഇർഷാദില് നമ്മള് തലശ്ശേരി അടുത്ത് കടവത്തൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇത് ഞാനൊരിക്കൽ തലക്കൊരു ആ ഭാഗത്ത് നിന്ന് പ്രസംഗിക്കുമ്പോ ഇത് വായിച്ചപ്പോ നമ്മളെ അവിടുത്തെ മുജാഹിദീങ്ങൾ ഒരു സംഗതി മുമ്പ് മൗലവി എഴുതി തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല, അയാളെ പറഞ്ഞത് ശരി തന്നെയാണ്, അത് മതി, നമുക്കറിയാവുള്ളൂ. ഈ തൗഹീദ് എന്ന് പറയുന്നത് കൊല്ലക്കണക്കിന് മാറുന്ന സാധനമല്ലല്ലോ, ആണോ? കഴിഞ്ഞുള്ള തൗഹീദ് തന്നെയല്ലേ ഈ കൊല്ലം വേണ്ടത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ല അള്ള ഒരുവനാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ, മാറ്റം വന്നോളൂ. അതുപോലെ എന്നാണോ ആ സംഗതി അതിനല്ല ഇന്നും വല്ല മാറ്റങ്ങളുണ്ടോ? അമ്പിയാക്കന്മാരുടെ ഇടയിൽ തൗഹീദിന് മാറ്റമുണ്ടോ? ഇല്ലല്ലോ. കാരന്നാസു ഉമ്മത്തൻ വാഹിദ, ഖുർആൻ പറഞ്ഞതല്ലേ. എല്ലാ കാലത്തും തൗഹീദിനൊരു മാറ്റൂല്ലല്ലോ. ഇവര് പറയുന്ന ഇത് ഞങ്ങളെ പഴയ മൗലവി എഴുതിയതാണ്. ഞാൻ ചോദിക്കുന്നത്, പഴയ മൗലവിക്ക് വേറൊരു തൗഹീദ്, നിങ്ങൾക്ക് വേറെ തൗഹീദോ? അള്ള ഒരുവനാണ് എന്നുള്ള ഈ ആശയം എല്ലാവർക്കും ഒരുപോലെയല്ലേ? അതിന് വിരുദ്ധമാണ് മൗലിദ് എന്നല്ല നിങ്ങൾ വാദിക്കുന്നത്. നിങ്ങളുടെ നേതാവ് KM മൗലവി, കേരള നദുവത്തുൽ മുജാഹിദീന്റെ പണ്ഡിത സഭ, കേരള ജംഇയ്യത്തുൽ ഉലമാന്റെ നേതാവാണ് ആര്? KM മൗലവി. അയാളെ പറ്റിയൊക്കെയുള്ള മദ്ഹ് പറഞ്ഞാല് ഫാറൂഖിന്റെ, സിദ്ദീഖിന്റെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ, അലിന്റെ ഒക്കെ സ്ഥാനം പിടിച്ച ആളാണെന്നാ അപ്പൊ പറയുന്നില്ല. ഈ KM മൗലവിയുടെ പത്രാധിപത്യത്തിൽ നടത്തിയ ഈ പുസ്തകത്തിൽ എന്താ എഴുതുന്നറിയോ? റബീഉൽ അവ്വൽ ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. ഒരു സുന്നി എഴുതിയതല്ലത്, ഇത് ഒറിജിനൽ മുജാഹിദിന്റെ പുസ്തകം. മശ്രിഖ് എന്നത് എവിടെയാണ്? ആരാം പറത്ത? സൂര്യൻ ഉദിക്കുന്ന സ്ഥലം മുതൽ മഗ്രിബ് വരെ, എന്നാൽ സൂര്യാസ്തമനത്തിന്റെ ഇടയ്ക്കുള്ള എല്ലാ സ്ഥലവും പെട്ടല്ലോ. അള്ളാന്റെ ഭൂമി ആകപ്പെട്ടു. ഇതിലാ മൗലവിയോട് റബീഉൽ അവ്വൽ മാസം ആരംഭം മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മൗലിദ് കൊണ്ടാടുക എന്ന സമ്പ്രദായം മശ്രിഖ് മുതൽ മഗ്രിബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ. മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ഈ ആചാരം ഇല്ലെന്ന് പറയുവാൻ സാധ്യമല്ല. മുസ്ലിമീങ്ങൾ എവിടെയുണ്ടോ അവിടെ ഈ മൗലിദിന്റെ പരിപാടി ഉണ്ട്. മുശ്രിക്കുള്ളോടത്തെല്ലാം അർത്ഥം. എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൂജാതനായിട്ടുള്ളത് ഈ ആകയാൽ അതിന്റെ ഓർമ്മക്കായും ആ പുണ്യാത്മാവോട് നമുക്കുള്ള ആദരത്തെ, സ്നേഹത്തെ വെളിവാക്കുവാൻ വേണ്ടിയുമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മൗലവിന്റെ പുസ്തകത്തിലായിരുന്നത് ഇങ്ങനെ റസൂലുള്ളാഹിന്റെ മൗലിദോടുന്നത് അള്ളാന്റെ റസൂലിനോടുള്ള സ്നേഹം പുലർത്താനാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ബൈനഹി മിൻ വാലിദിഹി വ ഉൽദിഹി വന്നാസി അജ്മഈൻ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങളിൽ നിന്ന് ഒരാളും പരിപൂർണ മോമിനാകില്ല, ഞാനായിരിക്കണം അവനെക്കൊള്ള ഏറ്റവും പ്രിയങ്കരൻ. ആരേക്കാൾ? അവന്റെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, മനുഷ്യരെക്കാൾ എന്ന് വേണ്ട, ലോകത്തിലുള്ള സർവസ്വത്തിനേക്കാൾ ഞാനായിരിക്കണം ഒരു മനുഷ്യനെ കൊള്ള ഏറ്റവും പ്രിയങ്കരൻ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. ആ ആവശ്യത്തിനായി മൗലൂദ് ഓതുന്നതാണ് ആര് പറഞ്ഞത്? മൗലവിയുടെ ഈ മാസികയിൽ പറയുന്നത്. പിന്നെ എപ്പോഴെങ്ങനെയാ ശിർക്കായി എന്ന് കുട്ടികൾ പറയേണ്ടതാണ് എന്ന് നോക്കുവാനായിട്ട്. അങ്ങനെ ചെയ്യുന്നതിനാൽ അല്ലാഹു തആല നബിയെ അയച്ചതുകൊണ്ട് തങ്ങൾക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള മഹത്തായ അനുഗ്രഹത്തെക്കുറിച്ച് മുഅ്മിനീങ്ങൾ ചിന്തിക്കുകയും അവരുടെ ആത്മാവാ നബിയിലുള്ള വിശ്വാസാധിക്യത്താലും പൂർണ്ണ സ്നേഹത്താലും പരിപോഷിതമാകുകയും ആ നബിയുടെ ദീനിനെ നിലനിർത്തുന്നതിലും സുന്നത്തിനെ യാത്താക്കുന്നതിലും അവര് അത്യാഗ്രഹമുള്ളവരായി തീരുകയും ചെയ്യുന്നതാണ്. ഇതിനേക്കാൾ മഹത്തായ എന്തൊരു കാര്യമാണ് നമുക്ക് സിദ്ധിക്കുവാനുള്ളത്? മൗലൂദിനെ ബഹുമാനായി പറയുന്നത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ ഹയാത്താക്കാൻ കഴിയും. അതുപോലെ റസൂലുള്ളാഹിക്ക് അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞ് അത് നമുക്ക് സ്മരിക്കാൻ കഴിയുന്നു.
നമ്മുടെ ആത്മാവ് നബിനോട് കൂടുതൽ വിശ്വാസവും സ്നേഹവും ഉണ്ടായിത്തീരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിനേക്കാൾ മറ്റൊരെന്ത് കാര്യം നമുക്ക് സിദ്ധിക്കാനുള്ളത്? ഇത് സുന്നികളും സമസ്തി എഴുതിയതല്ല, ഇത് മുജാഹിദീങ്ങളെ നേതാവ് എഴുതിയതാ. ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങൾ ഇപ്പോഴും പറയണത്. നിങ്ങൾ എന്നാ ഇതിന് മാറിയത്? അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് എന്നെ തിരിച്ചു വരണം എന്നാ ഞങ്ങൾക്ക് സവിനയം അപേക്ഷിക്കാനുള്ള, വേറൊന്നും പറയാനില്ല. നമ്മളെ പൂർവ്വകാല പണ്ഡിതന്മാരായ മൗലവിമാര് പറഞ്ഞല്ലോ, ഇതിനേക്കാൾ മാറ്റാ ഒരു കാര്യം കിട്ടാനില്ല, അതുകൊണ്ട് ഓതിക്കോളി മൗലൂദ്. വേറെ അത് ശിർക്കാണെന്ന് പറഞ്ഞു